പ്രോഗ്രാമുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. നേരിട്ട് ഒരു വ്യക്തി, ഒരു ഉപഭോക്താവ്, ഒരു നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യക്തി ഉപഭോക്താക്കളിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നേരിട്ട് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ച് അവയുടെ ഉപയോഗവും ഗുണവും വിശദീകരിച്ച് വിൽക്കുന്നതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു. നമുക്കറിയാം അല്ലെ, ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല തന്നെ എന്തിനാണ് വന്നിട്ടുള്ളത്, എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്തിനാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല ഇങ്ങനെ ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തി അതൊരു ഉപഭോക്താക്കൾ, ഒരു കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പരസ്യങ്ങൾ മുഖാന്തരമായിരിക്കും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക അല്ലെ. നമ്മളിൽ പലരും പരസ്യങ്ങൾ കണ്ടിട്ടൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ പരസ്യങ്ങളിലൂടെയും മറ്റുള്ള ഇടനിലക്കാർ മുഖാന്തരവും നമുക്കറിയാം, ഇടനിലക്കാരില്ലാത്ത കച്ചവടത്തിനെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം അല്ലെ. ആ ഇടനിലക്കാരനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് പറ്റുക അല്ലെ, ഇടനിലക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഉൽപ്പന്നങ്ങൾ നമ്മുടെ അതിന്റെ ഉപയോഗവും ഗുണവും കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയണേ എന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഉൽപ്പന്നത്തെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ നമ്മൾ ഇപ്പൊ ഫിജി കാർഡ് എന്ന കൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, ഇവിടെ നമ്മൾ ആ ഒരു ഉൽപ്പന്നത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഇത് നമ്മൾ ഒരു വ്യക്തിക്ക് വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ആ ഒരു വ്യക്തിക്ക് അത് കൈമാറുന്ന സമയത്ത് ഇവിടെ ഇടനിലക്കാർക്കൊന്നും ഇത് പോവാത്ത രീതിയിൽ നമുക്കൊരു കമ്മീഷൻ അല്ലെ, നമുക്ക് സാലറി ബേസ് അല്ലാത്ത രീതിയിൽ ഒരു കമ്മീഷൻ രീതിയിലാണ് നമുക്ക് എന്ത് തരുന്നത്, ഒരു വരുമാനം തരും. നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അതൊരു കമ്മീഷൻ രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമ്മുടെ ബിസിനസ്സിനുമായിട്ട് ഇതാകുന്ന സമയത്ത് കിട്ടുന്നത്. അതല്ലാതെ നമ്മളിപ്പോൾ മറ്റുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗിലോ ഇ കൊമേഴ്സ് സൈറ്റുകളിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെയൊക്കെ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾക്കും അതിൽ ആപ്പ് പോലെ ഇപ്പൊ നമ്മുടെ ബോച്ചെ അല്ലെ, ഈ ഒരു ഫിജി കടന്ന ഒരു ആപ്പ് ഇതൊരു ആപ്പായിട്ട് മാറ്റിയതായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ ഒരുപാട് ആളുകളിലേക്ക് ഇതൊരു വരുമാന മാർഗമായിട്ട് കിട്ടില്ലായിരുന്നു. കാരണം അതിപ്പോ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഈ ആപ്പുകളൊക്കെ അല്ലെ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ. അപ്പൊ അതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് അതിൽ പരസ്യം കണ്ടു നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണു, വാങ്ങിക്കണു അല്ലെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരു വരുമാനം ഒന്നും കിട്ടില്ല അല്ലെ, ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഇടനിലക്കാരുടെ ഇടപെടൽ കുറവായത് കൊണ്ട് മാത്രം. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തരാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രോഫിറ്റ് തരാൻ കഴിയുന്നത് ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളിലൂടെ നേരിട്ട്, നമ്മുടെ ഫിജി കടന്ന ബിസിനസ്സിൽ നമ്മളിലൂടെ നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു സാലറി ബേസ് അല്ലാതെ കമ്മീഷൻ വ്യവസ്ഥയിൽ അല്ലെ, നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കുന്നോ ആ വിൽക്കുന്ന രീതി, അതിന്റെ സെയിൽസ് വോളിയം കാര്യങ്ങളും നോക്കിക്കൊണ്ട് നമുക്കതൊരു കമ്മീഷൻ വ്യവസ്ഥയിൽ നമുക്കൊരു ഇൻകം ആയിട്ട് നമുക്ക് കമ്പനിക്ക് തരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരിട്ട് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവയുടെ ഉപയോഗവും ഗുണവും വിശദീകരിച്ച് വിൽക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ട് സെല്ലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇത് നിയമപരമായ പ്രവർത്തനം, നിയമപരമായിട്ടുള്ളതാണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. അതായത് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ നിയമപരമാണ് എന്ന് പറയുന്നത്, ഇത് എപ്പോഴാണ് അല്ലെ, ഇതിന്റെ പ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് 2021 പ്രകാരം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ട് നിയമാനുസൃതമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇതിന്റെ നിയമം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഡയറക്ട് സെല്ലിംഗിലെ ഡയറക്ട് സെല്ലിംഗ് നിയമം എന്ന് പറയുന്നത്. 2021 അല്ലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾ വന്നിട്ടുള്ളത്. അത് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കമ്പനിയാണോ നമ്മുടെ കമ്പനി, ഇത് നമുക്ക് അറിയണം. നമ്മളിത് അറിഞ്ഞാലാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് നിയമാനുസൃതമായ ഒരു ബിസിനസ് ആണ്. കമ്പനി കേന്ദ്ര എല്ലാ നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സെൻട്രൽ ഗവൺമെന്റിനെയും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പ്ലാനിൽ പറയാറുണ്ട് അല്ലെ. ഇതെല്ലാം നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു കമ്പനി ആയിരിക്കണം. അതുപോലെ തന്നെ ട്രേഡ് ലൈസൻസ്, GST, പാന് തുടങ്ങിയ ആവശ്യങ്ങൾ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ കമ്പനിയിലൂടെ നമ്മൾ ഇതിലേക്ക് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ GST കൊടുക്കുന്ന ആളുകളാണ് അല്ലെ. ഇതിലൊരു സാധാരണ വീട്ടമ്മ ആയിക്കോട്ടെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ GST കൊടുത്തുകൊണ്ടാണ് നമുക്കൊരു ഇൻകം കമ്പനി തരുന്നത് അല്ലെ. നമ്മളൊക്കെ GST അടയ്ക്കുന്ന ആളുകളാണ്. ഇന്നിപ്പോ നമുക്കൊരു 2000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടതാണെങ്കിൽ GST കഴിച്ചിട്ട് ഇത്ര രൂപ എന്ന രീതിയിൽ നമുക്ക് കിട്ടുക അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാൻ കാർഡ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ, അപ്പൊ നമ്മുടെ കമ്പനിക്ക് പാൻ കാർഡും GST രജിസ്ട്രേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കതെല്ലാം നമ്മുടെ പ്ലാനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോം, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള പാൻ കാർഡ്, ഇതെല്ലാം രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി നിയമപരമായി തന്നെയാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പൊ നമ്മളത് കേന്ദ്ര നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ ഉൽപ്പന്നമോ സേവനമോ വിൽക്കുന്നതിലൂടെ വരുമാനം നമുക്ക് ലഭിക്കണം.
നമ്മൾ എന്താണോ വിൽക്കുന്നത് അതിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ എന്ത് ഇതാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിലൂടെയാണ് നമുക്ക് വരുമാനം ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. ഇവിടെ ഉൽപ്പന്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, അതൊരു മണി ചെയിൻ പോലത്തെ ഒരുപാട് ബിസിനസിനെ കുറിച്ച് നമുക്കറിയാം. പ്രൊഡക്റ്റുകളൊന്നും അവിടെ ഉണ്ടാവില്ല അല്ലെ, ഉൽപ്പന്നങ്ങളോ പ്രൊഡക്റ്റുകളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് ഇന്നൊരു ബിസിനസ്സിലേക്ക് വരിക എന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് മണി ചെയിൻ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ പേര് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പ്ലാൻ പറയുന്ന സമയത്ത് ഒരുപാട് പേര് പറയാറുണ്ട് അല്ലെ, ഞാൻ ഇതേപോലെ മുന്നേ ചെയ്തിട്ടുണ്ട്, എന്റെ കുറെ പൈസ പോയി എന്നൊക്കെ. അവിടെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല, പ്രൊഡക്റ്റുകളോ ഉൽപ്പന്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ആകെയുള്ള കാര്യം പൈസ കൊടുത്തിട്ടുള്ള ഇടപെടൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ വേറെ ഒരു കാര്യങ്ങളും ഇല്ലാതിരിക്കില്ല, ഉൽപ്പന്നങ്ങളോ ഒന്നും ഒരു കാര്യം ഇല്ലാത്ത സമയത്താണ്, അതിനെയാണ് നമ്മൾ മണി ചെയിൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണോ എന്നുള്ളത് നമുക്ക് ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് നല്ല ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമ്മുടെ GST രജിസ്ട്രേഷൻ ഫോം, പാൻ കാർഡ് നമ്മുടെ കമ്പനിയുടെ പേരിൽ ഇതെല്ലാം അവൈലബിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ഉൽപ്പന്നത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ശരിക്കും വ്യക്തമായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ തെറ്റായ വാഗ്ദാനങ്ങൾ. അപ്പൊ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ശരിക്കും വ്യക്തമായിരിക്കണം എന്ന് പറയാൻ കാരണം, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരാൾക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത്, ഇപ്പൊ വെൽനസ് പ്രൊഡക്റ്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു പ്രൊഡക്റ്റുകൾ ആയിക്കോട്ടെ, നമ്മൾ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും അല്ലെ. ചില ആളുകൾ കുറച്ചൊക്കെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ വേറെ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അവർ അതിനെക്കുറിച്ച് ചോദിക്കും നമ്മളോട്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിന്റെ MRP റേറ്റിൽ വ്യത്യാസം അല്ലെ. ചിലപ്പോൾ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, നമുക്ക് ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലൂടെയാണ് നമുക്ക് ഇതിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടുക എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഒരാൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അതിന്റെ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ ഇതിൽ പറഞ്ഞു ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ശരിയ വിവരം നമുക്ക് വേണമെന്ന് പറഞ്ഞു, ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ കമ്പനി പല പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ തരുന്നത്. ഇപ്പൊ ട്രെയിനിങ് തരാത്ത സമയത്തും അല്ലെങ്കിൽ ട്രെയിനിങ് നമുക്ക് കിട്ടാത്ത സമയത്തും നമ്മളിൽ പല ആളുകളും പ്രൊഡക്റ്റ് ട്രെയിനിങ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും അല്ലെ. എങ്ങനെയാ വെച്ചാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്തും അതിന്റെ വിവരങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ കമ്പനിയിലുള്ള ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയണം എന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അവർക്ക് അതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. ഇന്ന വ്യക്തിക്ക് ഇപ്പൊ ഒരു ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്താ കരിവാളിപ്പ് പോലെ തോന്നുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഷുഗർ പ്രഷർ അങ്ങനെയുള്ള കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഏത് വെൽനസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ അവർക്ക് അതിൽ നോർമൽ ആയിട്ട് അത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മൾ അവർ ഒന്നുകൂടി ചിലപ്പോൾ ഒരു മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മെഡിസിൻ ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലെ, നമ്മുടെ കമ്പനിയിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. എന്ത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ അതെല്ലാം ഇപ്പൊ നമുക്ക് അറിയിച്ചു തരാൻ ഒരു പറ്റം ലീഡേഴ്സ് കൂടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിന് മുന്നും നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് അടിച്ചു കൊടുത്ത് അത് എന്താണെന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പരസ്യത്തിലൂടെ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ക്രീം കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു സിനിമാ താരം വന്നിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇത്, യൂസ് ചെയ്ത് ഞാനൊക്കെ ഇതാ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ ആളുകൾ എന്താ ചിന്തിക്കുക? നമ്മൾ വേറെ ഒന്നും അവിടെ ചിന്തിക്കില്ല അല്ലെ. അത് കറക്റ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ, അതിന് എന്താ റേറ്റ്, ഇതൊന്നും നമ്മൾ അവിടെ നോക്കില്ല. നമ്മൾ എന്താ ചിന്തിക്കുള്ളൂ? മോഹൻലാൽ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ആണ്, അത് നമ്മൾ ഉപയോഗിച്ചാൽ അതുപോലെ ഞങ്ങളും ആവും എന്നുള്ള ചിന്തയാണ് നമ്മളിൽ പലർക്കും വരിക അല്ലെ. അപ്പൊ നമ്മൾ അവിടെ വേറൊരു എന്താ പറയാ, അതിപ്പോ ഓൺലൈനായിട്ട് ഓർഡർ കൊടുക്കുക അല്ലെ, ഓൺലൈനായിട്ട് ഓർഡർ കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും നമുക്ക് എക്സ്പീരിയൻസ്, ഇപ്പൊ അവര് പറഞ്ഞ ആ ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. അവരത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളുടെ അവര് പരസ്യത്തിനോട്, അതായത് നമ്മുടെ പ്രവീൺ സാറ് പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ആ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കണം എന്ന് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്കൊരു ഇഷ്ടം അല്ലെ, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കാണിച്ച് നമ്മളെ പരസ്യം ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിനോട് നമുക്കൊരു ഇഷ്ടം തോന്നിപ്പിക്കുക അല്ലെ. ആ ഒരു പ്രൊഡക്റ്റിനെ എനിക്ക് വാങ്ങിക്കണം, അത് എനിക്ക് യൂസ് ആവും, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിപ്പോ എന്ത് വിലയാണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മളത് വാങ്ങിക്കണത്? ആ ഒരു പ്രൊഡക്റ്റില് നമ്മളെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെ. അതാണ് അവരുടെ കഴിവ്. പരസ്യത്തിലൂടെ ആണെങ്കിലും മാർക്കറ്റിംഗിൽ ഏത് രീതിയിലൂടെ ആണെന്നുണ്ടെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചെയ്ത് നമ്മളെ കൊതിപ്പിച്ച് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കലാണ് അവരുടെ കഴിവ്. അതിനാണ് അവർ കോടികൾ വാങ്ങിച്ചെടുക്കുന്നത് അല്ലെ. അപ്പോ നമുക്കത് അവിടെ നാച്ചുറൽ ആണോ, അത് തേച്ചല്ല വല്ല സൈഡ് എഫക്ട് വരുമോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. ആ ഒരു വ്യക്തി ഉപയോഗിക്കണു, അത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കണേ എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. അതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമ്പനിയിലൂടെ?
പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റും. ഇപ്പൊ റേറ്റ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേര് പറയും അല്ലെ, നമ്മളിപ്പോ റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് റേറ്റ് കുറഞ്ഞ, ഇപ്പൊ 20 രൂപയുടെ സോപ്പിൽ കുളിക്കുന്ന ആളുകളില്ലേ അല്ലെ. അതുപോലെ തന്നെ പല സാധനങ്ങളും, കോൾഗേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേസ്റ്റ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതൊരു സാധനം ആയിക്കോട്ടെ, ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഒരുപാട് റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റേറ്റ് കൂടുതലുള്ള സാധനങ്ങൾ ഇപ്പൊ വാങ്ങി, ഒരു വലിയ ലൈഫ് സ്റ്റൈലൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരാളുകളാണെങ്കിൽ നമ്മളിപ്പോൾ 20 രൂപയുടെ സോപ്പിലാണോ വാങ്ങിച്ചു കുളിക്കുക? ഇല്ല അല്ലെ. അവരുപയോഗിക്കുന്ന സോപ്പുകളുടെ വില കൂടും, അവരുപയോഗിക്കുന്ന ഷർട്ടിന്റെ വില കൂടും, ചുരിദാറിന്റെ വില കൂടും. പല സാധനങ്ങളും വാങ്ങിക്കുന്നത് നമ്മുടെ രീതിയിലായിരിക്കില്ല. ഓരോ ആളുകൾക്ക് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റിക്ക് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഓരോ പ്രൊഡക്റ്റുകൾക്കും റേറ്റ് കൂടാൻ? ഇപ്പൊ റേറ്റ് ചില പല ആളുകളും ചോദിക്കും എന്തുകൊണ്ടാണ് ഇതിന് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലെ. ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും റേറ്റ് അവിടെ കൂടും അല്ലെ. കാരണം റേറ്റ് കൂടുക എന്നുള്ളതിലല്ല, ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വില. ഇപ്പൊ ക്വാളിറ്റി ഒട്ടും ഇല്ലാത്തൊരു സാധനത്തിന് പ്രത്യേകിച്ച് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് അതിലേക്കും ചെലവാക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അല്ലെ. അതുകൊണ്ട് അതിന് എത്ര റേറ്റ് വേണമെങ്കിലും തരാം നമുക്ക്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ വിപണിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിന് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ചെലവ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ചെലവ് ഇറക്കിയിട്ടായിരിക്കും ആ പ്രൊഡക്റ്റ് നമുക്ക് എത്തിച്ചു തരുന്നുണ്ടാവാം. അപ്പൊ പിന്നെ അതിന്റെ റേറ്റ് ഈടാക്കാതിരിക്കാൻ സാധിക്കില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും നമ്മുടെ കമ്പനിയിലുള്ളതെല്ലാം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്, ക്വാളിറ്റിക്ക് അനുസരിച്ച റേറ്റ് മാത്രമേ നമ്മുടെ കമ്പനിയിൽ ഉപയോഗത്തിലുള്ളൂ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അതാണ് നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ടാവണം. എന്താണ് നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റുകൾ, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റുകൾക്ക് വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. നെക്സ്റ്റ് പോയിന്റ്, തെറ്റായ വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ളത്. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ കമ്പനിയെ കുറിച്ചോ തെറ്റായിട്ട് ഒരാൾക്ക് ഒരു വാഗ്ദാനങ്ങളും കൊടുക്കാൻ പാടില്ല. ഇപ്പോ പറയാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ടാണ് വന്നത്, ഇന്ന് എനിക്ക് എന്റെ റാങ്ക് അല്ലെങ്കിൽ ഞാൻ ഇത്ര ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ, അതായത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ അത് അനുഭവിച്ചറിയാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ വെറുതെ ഒരാളുടെ മുന്നിൽ പോയി നിന്ന് ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ ഇങ്ങനെയായി മാറും, അങ്ങനെയായി മാറും, ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളും പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും കൊടുക്കരുത് എന്നുള്ളതാണ്. നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാൻ പറ്റും. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരാളോട് പുറത്ത് പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉൽപ്പന്നത്തിന്റെ ഗുണം, ഉപയോഗം, വില എന്നിവ വ്യക്തമായി തന്നെ പറയണം. നമ്മൾ വെറുതെ MRP കാണിക്കുന്നത് ഒരു റേറ്റും നമ്മൾ പറയുന്നത് വേറൊരു റേറ്റും ആയിട്ട് മാറാൻ പാടില്ല. വ്യക്തമായിട്ട് ആ ഒരു പ്രൊഡക്റ്റിൽ എന്താണോ റേറ്റ് കൊടുക്കുന്നത്, MRP എന്താണോ, അതിന് കറക്റ്റ് ആയിട്ടുള്ള വില എങ്ങനെയാണ് നമ്മൾ ഈടാക്കുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഈ റേറ്റ് വരാനുള്ള കാരണം, ഇത് വളരെ വ്യക്തമാക്കി ഒരു വ്യക്തിക്ക് കൊടുക്കണം. ഒരിക്കലും നമ്മളൊരു കള്ളത്തരത്തിലേക്ക് നമ്മളെ വാക്കുകൾ പോകുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും ഒരാളോട് സംസാരിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ ഗുണം, അതിന്റെ ഉപയോഗം, അതിന്റെ വില, അതുപോലെ തന്നെ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളൊരു വ്യക്തിക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവിടെ പാടുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാഗ്ദാനങ്ങളിൽ സത്യസന്ധത. നമ്മളൊരു വ്യക്തിക്ക് വാഗ്ദാനം കൊടുക്കുമ്പോൾ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കുറച്ച് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പല ആളുകളും, ഇപ്പൊ ആരൊക്കെ ആയിരിക്കും നമുക്കറിയില്ല അല്ലെ. കുറെ പേര് ഫ്രണ്ട്സ് ആയിരിക്കും, റിലേറ്റീവ്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോയി കണ്ട് പരിചയമുള്ള ഒരു ചേച്ചി ചിലപ്പോൾ നമുക്ക് നമ്പറൊക്കെ തന്ന് സംസാരിച്ച് അവർ നമ്മുടെ സ്റ്റാറ്റസുകളൊക്കെ കണ്ട് ഇത് എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു വന്ന ആളുകളായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിലൂടെ ചിലപ്പോൾ പുറത്ത് ആരെങ്കിലും, നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചു വന്ന് എനിക്ക് ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞു തരുമോ ചോദിച്ചു വന്ന ആളുകളായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു വ്യക്തിയുടെ ഒരു വ്യക്തിക്ക് നമ്മൾ ഈ ബിസിനസിന്റെ സാധ്യത പറഞ്ഞു കൊടുത്ത് നമ്മുടെ കൂടെ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് നമ്മൾ പല വാഗ്ദാനങ്ങളും ചെയ്യും അല്ലെ, പല വാഗ്ദാനങ്ങളും കൊടുക്കും. ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുക്കരുത്. ആ വാഗ്ദാനത്തിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വരുമാനം സംബന്ധിച്ച് തെറ്റായോ അതിശയോക്തിയായോ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല. അതായത് ഞാൻ ലക്ഷങ്ങൾ വരുമാനം, ഇപ്പൊ ഞാനൊരു സെയിൽസ് മാനേജർ ആയിട്ടുള്ളൂ, ഞാൻ ആ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഞാൻ ഇപ്പൊ ഇതിലിരിക്കുന്ന സ്ക്രീനിലിരിക്കുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എന്ത് വാങ്ങിച്ചു എന്നുള്ളത്. പക്ഷെ പുറത്ത് ഞാനൊരു ആളോട് പറയാണ് ഞാൻ ഇത്ര ലക്ഷം രൂപ ഈ ബിസിനസ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഇത്ര മാസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വാങ്ങിത്തരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒരാൾക്ക് ഒരു വാഗ്ദാനം കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. കാരണം നമുക്കറിയാം അല്ലെ, നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിയുന്ന സമയത്ത് നമ്മളിവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ കമ്പനിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരം മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുത്ത് കൊണ്ടുവന്ന വ്യക്തി നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മുടെ മനസ്സിലുള്ള ഒരു തോന്നലാണ് അല്ലെ, അവർ നിൽക്കുമെന്നൊരു തോന്നല്. പക്ഷെ അവർ വന്നു കഴിഞ്ഞ സമയത്ത് കുറെ പേര് ഒന്നും വേണ്ട, ഇതൊരു MCO സെഷനോ ചെയ്യാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ പണി നിർത്തിപ്പോയ ആളുകളുണ്ട് അല്ലെ. ഒരു MCO സെഷൻ, അതായത് നമ്മളെ തന്നെ, ഇപ്പൊ എന്നെ തന്നെ മാറ്റിയെടുത്ത ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഫിജി കാർഡ് എന്ന കൺസെപ്റ്റ്.
എന്നെ ഇങ്ങനെ സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്ന് കുറച്ചൊരു 10 പേരോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. എല്ലാം ഒരുപാട് എന്റെ ലൈഫിൽ എനിക്ക് വരുമാനത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് ചേഞ്ചസ് തന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജിക്കാട്ട്. പക്ഷെ ഇത് ഞാനത് മനസ്സിലാക്കാനും ചെയ്യാനും തയ്യാറായതിന്റെ പേരിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ പല ആളുകളും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് പോണ ആളുകളുണ്ട് അല്ലെ. നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ എന്ത് പറയണത്, നിങ്ങൾ ഇത്ര മാസം എന്റെ കൂടെ നിന്നാൽ ഇത്ര രൂപ വരുമാനം വാങ്ങിത്തരാം. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കമ്പനിക്ക് വ്യക്തമായിട്ടൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ തരും. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയാൽ കൂടെ നിന്ന് ഇന്ന പോലെ വർക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് വരുമാനം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ മുൻകൂട്ടി നമ്മൾ അവർക്ക് എന്ത് കൊടുക്കരുത്, വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇത്ര ലക്ഷം തെറ്റായിട്ട് ഞാൻ പറയാണ് ഇത്ര ലക്ഷം ഞാൻ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെ. ഈ ബിസിനസ്സിലേക്ക് വന്നു, അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ആൾക്കറിയും ഇന്ന റാങ്കിൽ എത്തിയാൽ എത്ര രൂപ വരുമാനം കിട്ടും. ഇപ്പൊ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ എത്ര രൂപ വരുമാനം കിട്ടും, ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് എന്ത് വരുമാനം കിട്ടും, സെയിൽസ് മാനേജർ ആവുന്ന സമയത്ത് എത്ര വരുമാനം കിട്ടും. ഇതൊക്കെ ഒരു വ്യക്തി ഇതിലേക്ക് വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ എന്നെ വിശ്വസിച്ച് വന്നൊരു വ്യക്തി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എന്നെ ഏത് മൈൻഡ് സെറ്റിലായിരിക്കും കാണുക അല്ലെ. അതുവരെ എന്നോട് ഭയങ്കര വിശ്വാസമായിരിക്കും, ചിലപ്പോൾ എന്നെ മാത്രം കണ്ടുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ വാക്കുകൾ തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് നമ്മളോടുള്ള എല്ലാ ബഹുമാനവും എല്ലാ സ്നേഹവും അല്ലെങ്കിൽ എല്ലാ ഇതും മാറും അല്ലെ. പിന്നീട് നമ്മൾ പറയുന്ന ഒരു കാര്യം ആ വ്യക്തി വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു വാഗ്ദാനങ്ങൾ നമ്മൾ നൽകാതിരിക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഞാൻ ഇന്ന റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ഇത്ര രൂപ വരുമാനം കിട്ടിയിട്ടുണ്ട്, ഇന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് വരുമാനം കിട്ടി, ഇതേപോലെ നീ എന്റെ കൂടെ നിന്നാൽ നിനക്കും ഈ വരുമാനത്തിലേക്ക് എനിക്ക് മാറ്റി തരാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അതുപോലെ പെട്ടെന്ന് നമുക്ക് ധനികനാവാം എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തരുത്. 2 വർഷം കൊണ്ട് ഞാൻ കോടീശ്വരനാക്കാം എന്ന് പറഞ്ഞ ഒരിക്കലും ഒരാളിൽ കൊണ്ടുവരരുത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം ആ ഒരു വ്യക്തിയെ കോടീശ്വരനാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ അല്ലെ. നമ്മുടെ കൂടെ വന്ന വ്യക്തി കൂടി, ഇപ്പൊ എന്നെ കോടീശ്വരിയാക്കി തരാം എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന മേഖല സൂപ്പറാണ്. ഈ പറഞ്ഞ പോലെ 2-3 വർഷം അടിപൊളിയായിട്ട് പ്രവർത്തിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഈ പറഞ്ഞ കോടികൾ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അല്ലെ. നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം പ്രകാരം മുന്നോട്ട് പോയി ഫുൾ ടൈമർ ആയിട്ട് നമ്മുടെ കമ്പനി പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ഞാനതൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരുമ്പോ അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് അറിഞ്ഞാലാണ് നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് വരുള്ളൂ അല്ലെ. അപ്പൊ അത് അവര് എത്രമാത്രം നന്നായി പ്രവർത്തിക്കും എന്നുള്ളതോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് കോടീശ്വരനാവാം എന്നല്ല ഇവിടെ പറയേണ്ടത്. ഇന്ന റാങ്കുകളിലേക്ക് ഇന്ന വരുമാനങ്ങൾ കിട്ടണോ, ഇന്ന റാങ്കിലേക്ക് വരാൻ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് കൂടെ നിന്നാൽ നമുക്ക് ഈ ഒരു വരുമാനത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വാഗ്ദാനം ഒരാൾക്കും കൊടുക്കരുത്. ഇപ്പോ ലക്ഷങ്ങൾ കടമുള്ള ഒരാളാണ്, അവരോട് നമ്മൾ പറയണത് അടുത്തൊരൊറ്റ വർഷം കൂടി ഞാൻ നിനക്ക് ഇത്ര ലക്ഷം വരും. ചിലപ്പോൾ അവര് വിചാരിക്കും ഓ അടുത്ത വർഷം ഈ സമയം ആയാൽ മതിയല്ലോ അല്ലെ, ഞാൻ എന്റെ ഈ കടങ്ങളൊക്കെ വീടുമല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കാം. അവരോട് വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യൂല. നമ്മൾ ഈ പറഞ്ഞ പോലെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഒരു പ്രസന്റേഷന് പോവാൻ വിളിച്ചാൽ വരില്ല. ഒന്നും ചെയ്യാത്ത വ്യക്തിക്ക് ഈ ഒരു വർഷം മിണ്ടാതിരുന്നിട്ട് അടുത്ത വർഷം അവർ കോടീശ്വരനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേരെ തിരിയണ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അതൊരിക്കലും തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങളിലൂടെ മാത്രമാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് എത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് നമുക്ക് കോടീശ്വരൻ വാരി കൂട്ടാൻ നമുക്കിവിടെ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പെറുക്കിയെടുക്കാനേ പറ്റുള്ളൂ അല്ലെ. വാരി കൂട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഓടാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മളത് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കാം. അപ്പൊ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ യാഥാർത്ഥ്യമായ വരുമാന സാധ്യത മാത്രം പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് നമുക്ക് കിട്ടുമോ ആ കിട്ടുന്ന കാര്യം മാത്രം നമ്മൾ ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വാഗ്ദാനങ്ങൾ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചേരാനുള്ള യോഗ്യത. ഇപ്പൊ നമ്മളൊരു ഫോം ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് പല ആളുകളെ പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കയ്യിൽ ഒരു ഫോം രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും. ആ ഫോം ഒക്കെ പൂരിപ്പിച്ചിട്ടായിരിക്കും ഇതിലേക്ക് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ഇതിൽ അവിടെ ഒരു സൈൻ ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട് നമ്മൾ അല്ലെ. അപ്പൊ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിന് മുൻപ് കമ്പനിയുടെ പ്ലാൻ, നിബന്ധനകൾ, അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ വ്യക്തമായി അറിയിച്ചിരിക്കണം. ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് ഇപ്പൊ പല ആളുകളും പറയും ഞാൻ ഫോണിലൂടെ സംസാരിച്ചു മേഡം എന്നോട്. ചില ആളുകൾ അങ്ങനെയുണ്ട് അല്ലെ, പ്ലാൻ ഒന്നും കഴിഞ്ഞാൽ അപ്പൊ 2-3 ദിവസം മുൻപുള്ള ഒരു കാര്യം കൂടി അങ്ങനെയാണ്. നമുക്ക് അറിയപ്പെടുന്ന എന്റെ അല്ല കേട്ടോ, നമ്മുടെ ഒരു പാർട്ട്ണറുടെ അറിയുന്ന ഒരു വ്യക്തി ചിലപ്പോ ഒന്നും അറിയില്ല, നമ്മുടെ ബന്ധുവാണ്, സ്വന്തം ഏട്ടനൊക്കെയാന്ന് വിചാരിക്കുക, ഒരു വല്യമ്മയുടെ മകനോ അല്ലെങ്കിൽ ചെറിയമ്മയുടെ മകനൊക്കെ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോ നമുക്കൊരു സപ്പോർട്ട് തരാനായിട്ട് വരും. ചില ആളുകൾ ബിസിനസ് ചെയ്യാനൊന്നും ആയിരിക്കില്ല, എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അത് ചെയ്യണമെന്നില്ല, ഇതിനെ കുറിച്ച് എനിക്ക് അറിയൊന്നും വേണ്ട, ഇനി നിനക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കാം എന്ന് പറഞ്ഞ വരുന്ന ആളുകളുണ്ട് അല്ലെ. അവര് വരുമാനം ഉണ്ടാക്കാൻ വരുന്നൊന്നുമല്ല, അവര് പറഞ്ഞു കുറച്ച് സാധനങ്ങൾ എടുക്കുന്നു, അത് നമ്മൾ പറയുന്ന രീതികളും മനസ്സിലാക്കി കൊടുക്കുന്ന രീതി നമുക്ക് തെറ്റായിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ പറയണേട്ടാ എന്റെ കൂടെ അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യോ, ചേരുവോ, അങ്ങനത്തെയൊക്കെ വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇനിയിപ്പോ
അനിയത്തിയല്ലേ ചോദിക്കണത്, ഞാനിപ്പോ എങ്ങനെയാ പ്രൊഡക്റ്റ് എടുക്കില്ല എന്ന് പറയാ, ഇനിയിപ്പോ ഞാൻ വർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോ അവൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ നോർമൽ ആയിട്ട് ഒരു വരുമാനത്തിനായിട്ട് വരുന്ന ഒരു വ്യക്തി നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ബിസിനസിന്റെ പ്ലാന് പറഞ്ഞു കൊടുത്തു, ഫോം ഫില്ല് ചെയ്യിപ്പിച്ചു, എല്ലാം ചെയ്തു അല്ലെ. പ്ലാന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഫോം ഫില്ല് ചെയ്യുമ്പോഴേക്കും ഇവർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കമ്പനിയുടെ പ്ലാൻ എന്താണെന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. നിബന്ധനകളും കാര്യങ്ങളും, അവരോട് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് നമ്മൾ വ്യക്തമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നാളുകളിൽ ഇപ്പൊ ഇവിടെ വന്നു ഇതെല്ലാം ചെയ്ത് അവരുടെ എഴുത്തുപരമായോ ഡിജിറ്റൽ രൂപത്തിലോ നമ്മൾ സമ്മതം വാങ്ങിക്കണം പറയും അല്ലെ. അവരെല്ലാം ഓക്കെ ആയ ഒരാളാണ് നമുക്ക് എന്ത് തരുള്ളൂ, ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്ന് സൈൻ ചെയ്ത് തരുള്ളൂ രജിസ്ട്രേഷൻ ഫോമിൽ. ഞാൻ ഓക്കെ ആണ്, ഇനി ഞാൻ ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം ചെയ്തു. ചില ആളുകൾ തെറ്റായിട്ട്, അതായത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാത്ത ഇതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നിട്ടോ, അതല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുത്താലും ചില ആളുകൾ മനസ്സിലാക്കി എടുക്കുന്ന രീതി വ്യത്യാസം വന്നിട്ടോ ആയിരിക്കും അല്ലെ. അവര് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയും എനിക്കൊന്നും വരുമാനം വരുന്നില്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് അല്ലെ. പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ വാങ്ങിച്ചു 22,000 25,000 പ്രൊഡക്റ്റ് എടുത്തു, എനിക്ക് ഇതുവരെ വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ നമുക്കറിയാം അല്ലെ. പക്ഷെ അവർ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ല. കമ്പനിയുടെ പ്ലാൻ എന്തൊക്കെയോ കുറച്ച് ചിത്രത്തിൽ കണ്ടു, അതിങ്ങനെ കുറെ നോക്കിയിരുന്നു എന്നല്ലാതെ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യണം എന്നുള്ളതോ, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതോ, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളതോ അവർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് നമ്മൾ ആ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയും നമുക്ക് കേൾക്കേണ്ട ഒരു ലെവലിലേക്ക് വരും അല്ലെ. കാരണം അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ വിചാരം ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചില ആളുകൾ പറയും മന്ത്ലി ബോണസ് അല്ലെ, മാസം മാസം ബോണസ് കിട്ടും, അങ്ങനെയൊക്കെ പറയാറ് നമ്മൾ കേട്ടിട്ടുണ്ട്. മാസം മാസം ബോണസ് തരുന്നു പറഞ്ഞു, എനിക്ക് ബോണസ് കിട്ടണില്ലേ, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഇത്ര ദിവസമായി എനിക്ക് വരുമാനം വന്നിട്ടില്ല എന്നൊക്കെ. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അത് പറയാൻ കിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും അത് പറയാൻ ഉണ്ടാവില്ല അല്ലെ. നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പറയാനായിട്ട് അവർക്ക് ഉണ്ടാവില്ല അല്ലെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അവർ മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രസന്റേഷനും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുത്ത് ഫോമൊക്കെ ഫില്ല് ചെയ്യിപ്പിച്ച് വാങ്ങിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കണം. നമ്മൾ ഈ കമ്പനിയുടെ പ്ലാൻ അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക, അതിന്റെ നിബന്ധനകളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളൊക്കെ നമ്മൾ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഒരു വ്യക്തി നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാനും നാളുകളിൽ ഈ വക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളിലേക്ക് മാറാതിരിക്കാനും സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരിശീലനം നൽകാം. ഇപ്പൊ ഒരു നമ്മൾ പറഞ്ഞു ഈ ബിസിനസ് മേഖലയായിട്ട് പരിചയമില്ലാത്ത പല ആളുകളും ഉണ്ടാവും അല്ലെ. ഒരുപാട് വീട്ടമ്മമാർ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ MLM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയായിട്ടോ ബന്ധമില്ലാത്ത ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വരും. അപ്പോ നമ്മുടെ ബിസിനസ് എന്താ എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് എത്തിച്ച്, അപ്പോ നമ്മുടെ ഉൽപ്പന്നം അല്ലെ, നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ചിട്ടും ബിസിനസിന്റെ പ്ലാനും നിയമങ്ങളും മനസ്സിലാക്കി കൊടുക്കാനുള്ള പരിശീലനം, ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ കൊടുക്കണം എന്ന് പറയും അല്ലെ. നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോ ഒരു BTP കൊടുക്കാറുണ്ട് അല്ലെ. ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഒരാൾക്ക് ഇൻവിറ്റേഷൻ കൊടുക്കണം, അതിന് മുന്നേ എങ്ങനെ ലിസ്റ്റ് ഇടണം, ലിസ്റ്റിനെ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യിപ്പിക്കണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു BTP സെഷൻ നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട്. ആ BTP കൊടുക്കുമ്പോഴാണ് കുറെ പേര് ആ BTP വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തു പോകും. ചിലപ്പോൾ 1-2 BTP കിട്ടുന്ന സമയത്തായിരിക്കും ചില ആളുകളിലേക്ക് മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ട് പോവുക അല്ലെ. അപ്പൊ എത്ര ട്രെയിനിങ് പ്രോഗ്രാം കിട്ടിയാലും ഓരോ ട്രെയിനിങ് പ്രോഗ്രാമിലും ഉണ്ടാവും ഓരോ അറിവുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സാധാരണ വീട്ടമ്മയോ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയോ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ശരിയായ അറിവില്ലാതെ ആരെയും പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് പറയാ. കറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ പ്ലാനോ അല്ലെങ്കിൽ കമ്പനിയുടെ സിസ്റ്റോ അല്ലെങ്കിൽ കമ്പനിയിൽ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഒരു വ്യക്തിക്ക് കൊടുക്കാതെ ആ വ്യക്തിയെ ഒരിക്കലും വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത് എന്നാ പറയാ. കാരണം അങ്ങനെ വർക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വ്യക്തികൾക്കും റിസൾട്ട് ഉണ്ടാവില്ല. കാരണം നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രാമിനോ ബിസിനസിന്റെ പ്ലാനോ നിയമങ്ങളോ അറിയാത്തൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ വന്നൊരു വ്യക്തി എന്ന് വിചാരിക്കുക. അവർ ഈ പ്രോഗ്രാമുകളൊന്നും അറ്റൻഡ് ചെയ്യാതെ, ട്രെയിനിങ് പ്രോഗ്രാമുകളൊന്നും അറ്റൻഡ് ചെയ്യാതെയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയും അവർ വേറൊരു വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവർ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഇവരുടെ കൂടെ ഒരാൾ നിൽക്കാനുണ്ടാവില്ല, ഇവരുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്യാനുണ്ടാവില്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഇവരുടെ കൂടെ ഒരാൾ എടുക്കില്ല. ഇങ്ങനെ വരുമ്പോ അവസാനം നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പാർട്ട്ണർ ആയിരിക്കും, പക്ഷെ അവർക്ക് ഈ പ്രോഗ്രാമുകളിലേക്കൊന്നും അവർക്കൊരു ട്രെയിനിങ് കാര്യങ്ങളോ പരിശീലിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ആവർത്തിക്കുന്നത് ഒരുപാട് തെറ്റുകളായിരിക്കും. ആ തെറ്റുകളിലൂടെ പോകുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ എന്താവും, അവസാനം എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി അല്ല അതെന്ന് പറഞ്ഞ് നമ്മളെ നാളെ കുറ്റവും പറഞ്ഞിട്ട് പരിപാടി അവിടെ നിർത്തിയിട്ട് പോകും അല്ലെ. അപ്പൊ
അതിനേക്കാൾ മുന്നേ ആ ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ച്, അതായത് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുപോയത് വന്നു കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കാൻ, നമ്മുടെ ബിസിനസ്സിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ബിസിനസിന്റെ പ്ലാൻ ആയിക്കോട്ടെ, ഇതിന്റെ നിയമവശങ്ങളായിക്കോട്ടെ, എന്താണ് ഇതിന്റെ കാര്യങ്ങൾ, എങ്ങനെ ഇത് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തിട്ടേ അവരെ നമ്മുടെ വർക്കിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിൽ ഇരിക്കുന്ന കുറെ പേർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. പുതുതായിട്ട് വരുന്ന രസാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് പ്ലാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ അപ്ലൈൻ ലീഡറിനെ അറിയിക്കുകയാണ് ചെയ്യുക അല്ലെ. മാഡം എനിക്ക് എന്റെ ഫ്രണ്ടിന് ഒന്ന് പ്ലാൻ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്ലൈൻ ലീഡറിനെ അറിയിക്കാറുണ്ട്. അപ്ലൈൻ ലീഡർ ആയിരിക്കും ചിലപ്പോൾ പോയിട്ട് അവർക്ക് പ്ലാൻ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ആ ഒരു SR-ന്റെ കൂടെ ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കും. കാരണം അവർ നമ്മൾ ഈ കൊടുക്കുന്ന പ്ലാൻ പഠിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവർ നമ്മളിപ്പോ ആ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങളും കുറെ ഡൗട്ടുകളൊക്കെ അവർ ചോദിക്കും അല്ലെ. കുറെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അവരെ നമ്മൾ അത് എങ്ങനെയാണ് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്, അവർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ അടുത്തിരുന്ന് നമ്മുടെ പാർട്ട്ണർ കേട്ടിട്ടാണ് അടുത്തൊരാളെ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ബിസിനസിന്റെ പ്ലാന് പറഞ്ഞു കൊടുക്കാനോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, എന്റെ ബിസിനസ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലീഡറാണ് ജെസറ മാഡം എന്ന് പറയുന്ന വ്യക്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കരുത്. കാരണം മാഡത്തിന്റെ കൂടെ ഫിസിക്കലിന് ഇറങ്ങിയ സമയത്താണ് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ പ്രസന്റേഷൻ പോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ റൂളുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ പ്ലാൻ എങ്ങനെ ഇതാക്കണം, ഇതൊക്കെ പഠിച്ചിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ല അപ്ലൈൻ ലീഡർ അല്ലെ. സോറി, ഒരു കോള് വന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും അങ്ങനെ ഒരു അപ്ലൈൻ ലീഡർ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പല കാര്യങ്ങൾ മുഖാന്തരമായിരിക്കും നമുക്ക് നമ്മുടെ ബിസിനസ്സായിട്ട് നമ്മൾ മുന്നോട്ട് പോണത്. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ പാർട്ട്നേഴ്സ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ ഇങ്ങനെ നമ്മൾ അത് പഠിക്കാനും കാര്യങ്ങൾ തയ്യാറായി ആ ഒരു വ്യക്തി അവിടെ അത് കൊടുക്കും, അവർ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്ന സമയം വരെ നമ്മൾ അവരുടെ കൂടെ നിൽക്കണം എന്നാ പറയാ അല്ലെ. ഇങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് അതിലിരിക്കുന്ന ഓരോ വ്യക്തികളും വളർന്നിട്ടുണ്ടാവുക. നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് ഒരാൾ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാനും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു തരാനും, അത് അങ്ങനെയല്ല എങ്ങനെയാന്ന് പറഞ്ഞു തരാനും, അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കാനും കൂടി തയ്യാറായപ്പോ എന്തായി, ഓരോരോ കാര്യങ്ങളിൽ നമുക്കത് മുന്നിലേക്ക് പോകാൻ. അപ്പൊ ഇപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ എനിക്ക് എന്റെ പാർട്ട്നേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണിത്. നമ്മൾ കൂടെ വന്നിട്ടുള്ള ആളുകൾക്ക് പരിശീലനം നൽകുക എന്നുള്ളത്. ഇത് നമ്മൾ പരിശീലിപ്പിച്ച് അവര് പക്കയാണ്, അവര് ചെയ്തോളും എന്ന ലെവലിലേക്ക് നമുക്ക് അവര് മാറുന്ന സമയം വരെ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് സപ്പോർട്ടീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അന്നതിന് ശേഷം മാത്രമേ അവരെ നമ്മൾ വർക്ക് എടുക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഉപഭോക്തൃ അവകാശങ്ങൾ മാനിക്കുക എന്നുള്ളത്. ഉപഭോക്താവിന് ഗുണനിലവാരമുള്ള ഉൽപ്പന്നം ലഭിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു വ്യക്തി നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോ ഇപ്പൊ ചില ആളുകൾ ഇത്ര രൂപ, ഇപ്പൊ ഒരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ വേറെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്തൊരു സാധനങ്ങൾ ആയിക്കോട്ടെ, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആ വ്യക്തി കൊടുക്കുന്ന പൈസയുടെ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകൾ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് യാതൊരു സംശയമോ അല്ലെങ്കിൽ ഇതില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ കമ്പനിയിലൂടെ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണനിലവാരവും കാര്യങ്ങളും ഉണ്ട് അല്ലെ. അത് നമ്മൾ അറിയണം അല്ലെ. നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ എന്താണ് മേഡം ഇതിന് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിന് MRP റേറ്റും നമ്മുടെ നോർമൽ നമ്മൾ വാങ്ങിക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി കൊടുത്ത് ഇതിന്റെ ഗുണനിലവാരം ഇന്നതാണ് എന്ന് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് അറിയണം. അപ്പൊ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ശരിക്കും ഇതിന്റെ നിയമവശം അതാണ്. അപ്പൊ നമ്മൾ നിയമപരമായിട്ടാണോ നമ്മുടെ കമ്പനി പോകണമെന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റുകൾക്കും ഉപഭോക്താക്കിന് ആ പ്രൊഡക്റ്റ് ഗുണനിലവാരത്തിലൂടെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, അതേപോലത്തെ ഉൽപ്പന്നങ്ങളാണോ നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. അതിൽ നമുക്ക് യാതൊരു സംശയമോ പേടിയോ ടെൻഷന്റെയോ ആവശ്യമില്ല. വളരെ ഗുണനിലവാരമുള്ള നല്ല പ്രൊഡക്റ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മുടെ കമ്പനിയിലൂടെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ നല്ലൊരു ബില്ല് അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും ബില്ലില്ലേ, ബില്ലും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. ബില്ലില്ലാത്തൊരു പ്രൊഡക്റ്റ് അവർ ക്യാഷ് തന്നു എന്ന് പറഞ്ഞിട്ട് ആ പൈസ സാധനങ്ങൾ എടുത്ത് കൊടുത്ത് പിടുത്തം വിടുകയാണോ നമ്മൾ ചെയ്യാറ് അല്ലെ. കറക്റ്റ് ആയിട്ട് ബില്ലും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോണത്. അതുപോലെ തന്നെ റീഫണ്ട് അല്ലെ, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, അത് ചിലപ്പോൾ ഒരു കൊറിയർ ആയിട്ടാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ നിലത്ത് ഒന്ന് വീണിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ട്, അല്ലെങ്കിൽ ഒന്ന് ലീക്ക് ആവേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ദൂരത്തൊക്കെ വരുന്ന പ്രൊഡക്റ്റുകൾക്ക് കാരണം ചില ഇഷ്യൂസ് ചിലപ്പോൾ വരും അല്ലെ. കാരണം കൊറിയർ ആയിട്ടൊക്കെ വരുമ്പോൾ അവർ ചിലപ്പോൾ അട്ടപ്പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് എടുത്ത് ചെയ്യുക ചിലപ്പോൾ അല്ലെ. ഞാൻ കണ്ടിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ വരുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കമ്പനി കറക്റ്റ് ആയിട്ട് അത് പാക്ക് ചെയ്തെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്ഥാനം ചിലപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിക്കുക. വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊട്ടിയ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ആ സാധനം നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു നിയമവശം നമുക്ക് നമ്മുടെ കമ്പനി ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലത്തെ പ്രൊഡക്റ്റ് അതേ യൂസ്, അത് കമ്പനി അല്ല ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടുള്ളത്, ഇടയിൽ വന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന സമയത്ത് പല പോസ്റ്റ് ഓഫീസിലൂടെയും പല വണ്ടികളിലുള്ള ആളുകളൊക്കെ ചെയ്യുന്ന തെറ്റ് പോലും നമ്മുടെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റ് നമുക്ക് ഇനിയിപ്പോ ഒരു പൊട്ടിയ പ്രൊഡക്റ്റ് ഒരാൾ യൂസ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇവിടുന്ന് കറക്റ്റ് തന്നു വിട്ടു, നിങ്ങൾ അതന്നെ ഉപയോഗിക്കണം എന്ന് ഒരിക്കലും നമ്മുടെ കമ്പനി എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല അല്ലെ. ആ കമ്പനി ആ സാധനം റിട്ടേൺ എടുത്ത് നല്ലൊരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റീഫണ്ടും അതുപോലെ റിട്ടേൺ നയങ്ങളും വ്യക്തമായി പാലിക്കണം എന്നുള്ളതാണ്. അതിൽ നമുക്ക് യാതൊരു പേടിയില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ കമ്പനി അത് വ്യക്തമായി പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു കമ്പനി തന്നെയാണ് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയം ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ നമ്മളിത് കണക്ട് ചെയ്യാണ്, നമ്മുടെ ബിസിനസ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ നിയമവശത്തിൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്പനി കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് സംഭരണം ശ്രദ്ധാപൂർവം ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മളിൽ പലരും പ്രൊഡക്റ്റുകൾ ഇപ്പോൾ സെയിൽ ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞാൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം അന്നൊന്നും ഇത് സെയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ഇത് സെയിൽ ചെയ്താൽ നല്ലതാണെന്നോ അല്ലെങ്കിൽ വീണ്ടും ആ സെയിൽ ചെയ്ത പൈസ കൊണ്ട് വിടും. ഇപ്പൊക്കെ നമുക്ക് ഒരുപാട് പേര് നന്നായിട്ട് സെയിൽ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. പേസ്റ്റ് ആയിക്കോ, ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്ന സാധനമാണ് പേസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ, നോനി പേസ്റ്റ് എന്ന് പറയുന്നത്. ഈ നോനി പേസ്റ്റ് നമുക്കിപ്പോ എപ്പോ പോയാലും നമുക്ക് അറിയാം, അങ്ങനെ ഒരു 100 SB മുകളിൽ അല്ലെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചാർജ് പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സെയിൽ ചെയ്യേണ്ടതല്ലേ എന്നിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കുക. കാരണം ഇനി ഇത് എടുക്കാൻ പോണ്ടേ എന്ന് മടിച്ചിട്ട് നമ്മൾ കുറെ പേര് ചിലപ്പോൾ 10, 50, 60 പേസ്റ്റ് ഒരുമിച്ച് എടുത്ത് വെക്കുക. ചിലപ്പോൾ അത് വിചാരിച്ച സമയത്ത് അത് വിറ്റ് പോവില്ല. ചില ആളുകൾ ഫുൾ സെയിലിനായിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കുറെ പേര് ഫുൾ ആയിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് കുറെ പേര് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് നമ്മൾ ചിലപ്പോൾ ഒന്ന് മാറും. ചിലപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വലിയ സ്റ്റോക്ക് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം ഉപയോഗിക്കാൻ ഒരാൾക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് നോക്കുന്ന സമയം ചിലപ്പോൾ അതിനുമല്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെ, ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് നമുക്കറിയാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊരു മിസ്റ്റേക്കോ വന്നു കഴിഞ്ഞാൽ നമ്മളോടുള്ള ട്രസ്റ്റ് അവിടെ അങ്ങോട്ട് പോകും അല്ലെ. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ സെയിൽ ചെയ്യേണ്ട സാധനങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ ഉൽപ്പന്നം വാങ്ങി നമ്മൾ സൂക്ഷിച്ചു വെക്കുക. വിൽക്കാൻ ബുദ്ധിമുട്ടാകുന്ന വിധത്തിലുള്ള അധികം സ്റ്റോക്ക് എടുക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ വിചാരിക്കാതെ എങ്ങനെയെങ്കിലും അത് പോവും, സെയിലാവും, അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് പോയി എടുക്കണ്ടേ എന്നൊക്കെയുള്ള മടിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. പക്ഷെ നമ്മളത് നമ്മുടെ ബിസിനസ്സിനെ തന്നെ തകർക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും അത് മാറ്റരുത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിയുന്ന സമയത്ത് ഈ ഉൽപ്പന്നങ്ങളുടെ കാലാവധിയും കാരണം കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോടുള്ള ട്രസ്റ്റും കാര്യങ്ങളും നമ്മുടെ കമ്പനിയുടെ പേര് വരെ അവതാളത്തിലാവുന്ന രീതിയിലേക്ക് മാറും. അപ്പൊ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇല്ല. കാരണം 100 SBക്ക് മുകളിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഈ പറഞ്ഞിട്ടുള്ള എന്ത് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഡെലിവറി ചാർജ് പോലും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്പനി അതും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യരുത്, നശിപ്പിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസിനെ തകർക്കുന്ന രീതിയിലേക്ക് മാറരുത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങിലെ നൈതികത പാലിക്കുക എന്നുള്ളത്, മറ്റുള്ളവരെ നമ്മൾ ബഹുമാനത്തോടെ തന്നെ സമീപിക്കുക. നമ്മളിപ്പോ ഒരു വ്യക്തിയെ പോയി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ തന്നെ ആയിക്കോട്ടെ അല്ലെ, നമ്മൾ പരസ്പരം ഭയങ്കര ബഹുമാനമല്ലേ. ഇപ്പൊ നമ്മുടെ കൂടെ വരുന്ന വ്യക്തി ഇപ്പോ നമ്മുടെ ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ എത്രത്തോളം ബഹുമാനത്തോടെ സമീപിക്കാൻ പറ്റുമോ, എത്രത്തോളം നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കാൻ പറ്റും അത്രത്തോളം ബഹുമാനം കൊടുക്കണം, ലീഡർക്കും പാർട്ട്ണർക്കും അല്ലെ. അല്ലാണ്ട് നമ്മൾ മാത്രമെന്നല്ല, ഇപ്പൊ നമ്മുടെ കൂടെ ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനത്തെ പോലെ തന്നെ തിരിച്ച് നമുക്കും ഒരു ബഹുമാനം കിട്ടും. നമ്മൾ കൊടുക്കുന്ന രീതി തന്നെയാണ് തിരിച്ചു കിട്ടുക എന്ന് പറയും അല്ലെ. അതേപോലെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ അവരെ സമീപിക്കുക. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിൽ എല്ലാവരും സംസാരിക്കുമ്പോൾ സാർ അല്ലെങ്കിൽ മേഡം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്, അതൊരു ബഹുമാനമാണ് അല്ലെ. നമ്മൾ എടി പൊടി എന്ന് വിളിച്ച് സംസാരിക്കുന്ന രീതിയിലൂടെ ആണോ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരിക്കലല്ല. നമ്മൾ വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലുള്ള ആളുകളെ സമീപിക്കുന്നതും കാര്യങ്ങളും. ഇതേ ബഹുമാനം തന്നെയല്ലേ നമ്മൾ നേരിട്ട് ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ആളോട് ഒരു സാർ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ മേഡം എന്നിവിടെ നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലെ. ചേച്ചി ഏട്ട, ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ അയൽവക്കത്തുള്ള ചേച്ചിമാരോട് ഏട്ടന്മാരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നമ്മൾ സാറും മേഡം എന്നൊന്നും പറയില്ല. അത് അവിടെ ചെയ്യാൻ പാടില്ല. അറിയാത്തൊരു വ്യക്തിക്ക് ബിസിനസിന്റെ പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്തോ യാദൃശ്യം ഇപ്പൊ ഓട്ടോമാറ്റിക് നമുക്ക് അങ്ങനെ വരികയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ അറിയാതെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ എവിടെയെങ്കിലും നമ്മൾ പോയി ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ചിന്തിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരാൾ പറഞ്ഞു തരണ്ട അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മളത് ആലോചിച്ചിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക് നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ വരിക, സാർ അല്ലെങ്കിൽ മേഡം എന്നാ വരിക അല്ലെ. എത്ര പേർക്ക് അത് അനുഭവം ഉണ്ട് എന്നറിയില്ല. കാരണം ചിലപ്പോൾ നമ്മൾ അവിടെ ചേച്ചി ഏട്ടാ എന്ന് പറഞ്ഞ രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അങ്ങനെ മാറാൻ പഠിച്ചു. അതായത് മറ്റുള്ളവരെ എങ്ങനെ അപ്പൊ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും, നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആളുകളോടും ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടല്ല. പക്ഷെ ഇപ്പൊ നമ്മള്
എല്ലാവരും ആ ഒരു ബഹുമാനത്തിന്റെ രീതിയിൽ നമ്മൾ കാണുക. അങ്ങനെ കാണാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം കൂടിയാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ആളുകളെയും ആ നല്ല വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് എങ്ങനെ പെരുമാറണം അവരോട് എന്നൊക്കെ വ്യക്തമായി പഠിപ്പിച്ചു തന്നുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് എന്നുള്ളതാണ്. അത് വളരെ അഭിമാനം തന്നെയാണ് ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ വ്യാജ വിവരങ്ങൾ നൽകിയ ആളുകളെ ആകർഷിക്കരുത്. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു ബിസിനസ്സിലേക്ക് അവരെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടീം വർക്കും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ഇവിടെ പറയാറുണ്ട് ടീം വർക്കാണ് അല്ലെ, ടീം വർക്കായിട്ടാണ് മുന്നോട്ട് പോണത്, ടീം വർക്കിലൂടെയാണ് നമ്മൾ വരുമാനം വാങ്ങിച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയോട് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ. വന്നു കഴിഞ്ഞാൽ എന്താണ് ടീം വർക്ക്? ടീം വർക്ക് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഈ ബിസിനസ്സുമായിട്ട് വളരാൻ പറ്റും അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ടീം വർക്കിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ടോ അതെല്ലാം നമ്മൾ കൊണ്ടുവന്ന വ്യക്തികളിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക. അവരും നാളുകളെ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലെ. ടീം വർക്ക് തന്നെയാണ് അവരും ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്കറിയാലോ, അപ്പോൾ ടീം വർക്ക് ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്യാന്ന് പറയുന്ന സമയത്ത് കുറെ പേര് ഇപ്പൊ പറയും എത്ര ടീം വർക്കായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും നമ്മുടെ കൂടെ നമ്മളെ ബഹുമാനിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരോടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടീമായിട്ട് നമ്മൾ ചേർത്ത് നിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ടീം വർക്കിലൂടെ അവരെ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് നാളുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ് നാളുകളിൽ അവരും ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ എങ്ങനെ അവരെ ബഹുമാനിച്ചോ ആ രീതിയിലായിരിക്കും അവർ നാളെ മറ്റുള്ളവരെ ബഹുമാനിക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് ഇവിടെ കാണിച്ച് പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നാളുകളിൽ ആ ആളുകളും മറ്റുള്ളവരോട് ബഹുമാനിക്കും, കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കലും അവരെ എങ്ങനെയൊക്കെ പരസ്പരം സഹായിച്ച് പ്രോത്സാഹിപ്പിച്ച് നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരും ചെയ്ത് മുന്നോട്ട് പോകുക. ഇത് നമ്മൾ ടീമായിട്ട് എല്ലാവരും ഒരുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീം വർക്കിലൂടെ നല്ലൊരു വരുമാനം വാങ്ങിച്ചെടുക്കാനും നമ്മളെ കൊണ്ട് പറ്റുക. അപ്പൊ എങ്ങനെ നമ്മളത് ചെയ്യണം, എങ്ങനെ ആ ടീം വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തൊരു കാര്യം വരുന്ന സമയത്തോ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നതും ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് അല്ലെ. നമ്മൾ എല്ലാവരും കൂടി ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന് റിസൾട്ട് കൂടും അല്ലെ. ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം ടീമായിട്ട് ചെയ്തു പോകുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അത് എല്ലാവരും ഒരേ മനസ്സോടു കൂടി നിന്ന് ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ ഇവിടെ പറയാറുണ്ട് ടീം വർക്ക് ആണെന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഞാൻ ചെയ്തില്ലെങ്കിലും നീ ചെയ്താലും പോരെ അല്ലെ. അങ്ങനത്തെ ഒരു ചിന്ത, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ചില ആളുകൾക്ക് വരികയാണ്. കാരണം എല്ലാവരും ഇപ്പൊ ആരെങ്കിലും ഒരാൾ ചെയ്താലും മറ്റുള്ളവർക്ക് കിട്ടില്ലേ, അങ്ങനെ ഒരാൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ നമ്മുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നോ അതിന്റെ റിസൾട്ടാണ് നമുക്ക് വരിക അല്ലെ. നമ്മളും നമ്മുടെ ടീമിനും കിട്ടുക. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ചെയ്യുന്ന റിസൾട്ട് എനിക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ പറഞ്ഞാൽ നടക്കുവോ? ഒരിക്കലും ഇല്ല അല്ലെ. ഞാൻ ചെയ്യുന്ന ഓരോ റിസൾട്ട് എന്റെ അണ്ടറിലുള്ള പാർട്ട്നേഴ്സിനും ലീഡേഴ്സിനും ഒക്കെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മാത്രം നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആ രീതിയിലായിരിക്കണം നമ്മുടെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിയമലംഘനങ്ങൾ ഒഴിവാക്കുക. അനധികൃത മാർഗങ്ങൾ സ്വീകരിക്കരുത്. നികുതി വെട്ടിപ്പ്, തെറ്റായ പരസ്യം, ചൂഷണം എന്നിവയിൽ ഏർപ്പെടരുത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് എങ്ങനെയൊക്കെ എന്തൊക്കെ നിയമങ്ങൾ നമ്മളിപ്പോ പറഞ്ഞ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതികൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ കമ്പനിക്ക് ബില്ലുകളുണ്ട്, കാര്യങ്ങളുണ്ട്, ആളുകളെ ചേർക്കാൻ മാത്രം നമ്മൾ പണം നൽകുന്ന പദ്ധതി നിയമവിരുദ്ധമാണെന്ന് പറയും. നമുക്കറിയാലേ പല ബിസിനസ്സും ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, എന്റെ കുറെ പൈസ പോയി അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ പ്രൊഡക്റ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആളുകളെ മാത്രം കണക്ട് ചെയ്തുകൊണ്ട് പൈസ മാത്രം ഇടപെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പല ബിസിനസ്സുകളാണ് മണി ചെയിൻ പോലത്തെ പരിപാടികൾ അല്ലെ. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, നിയമലംഘനം ആണത്. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ലക്ഷണങ്ങൾ, അതായത് നിയമപരമായിട്ട് ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ നിയമലംഘനമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? യഥാർത്ഥ ഉൽപ്പന്നങ്ങളായിരിക്കണം അല്ലെ, യഥാർത്ഥ സേവനങ്ങളായിരിക്കണം അവിടെ കറക്റ്റ് ആയിട്ട് ചെയ്തു പോണത്. അതുപോലെ തന്നെ GST, കമ്പനി രജിസ്ട്രേഷൻ എന്നിവ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബില്ല് കറക്റ്റ് ആയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബില്ല്, റിട്ടേൺ, റീഫണ്ട് പോളിസി ഇതൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ട്രെയിനിങ്ങും അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. ഈ സാധനങ്ങൾ ഇല്ലാതെ നിയമപരമല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല.
എന്ത് യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാവില്ല, അവിടെ GST രജിസ്ട്രേഷൻ കാര്യങ്ങളോ ഒന്നും അവിടെ കാണില്ല, അവർക്കൊരു ബില്ല് ചിലപ്പോൾ ഉണ്ടാവില്ല, റിട്ടേണോ റീഫണ്ടോ അവിടെ ചിലപ്പോൾ കൊടുക്കില്ല എന്നുള്ളതാണ്. നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവില്ല, നല്ലൊരു ടീം വർക്കോ നല്ലൊരു സപ്പോർട്ടോ നല്ലൊരു ട്രെയിനിങ്ങോ ഒന്നും അവിടെ ചിലപ്പോൾ കിട്ടില്ല. ഇങ്ങനെ പ്രവർത്തിക്കുന്ന കമ്പനികളൊക്കെ നിയമലംഘനമായിട്ട് നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളായിരിക്കില്ല. നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ബിസിനസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ കമ്പനിയിൽ നല്ല ഉൽപ്പന്നങ്ങളില്ലേ, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കാം. നമ്മുടെ കമ്പനി ഇത്രയും നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് നമുക്കിത് പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 അല്ലെ, ആ ഒരു നിയമപ്രകാരമാണ് നമ്മുടെ കമ്പനി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ അല്ലെ, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ഇത് നമുക്ക് അറിയണ കാര്യം തന്നെയാണ്. നമ്മൾ നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ അറിയുമ്പോഴാണ് നമുക്കത് നല്ല കമ്പനിയാണോ, അത് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയാം. ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ പറ്റണം എന്നുള്ളതാണ്. കമ്പനി രജിസ്ട്രേഷൻ പരിശോധിക്കാം. കമ്പനിയുടെ രജിസ്ട്രേഷൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണോ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ധൈര്യമായിട്ട് ഏറ്റെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളും അതിന്റെ ക്വാളിറ്റിയും പരിശോധിക്കാം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇത് ഒന്നുകൂടി ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റികൾ പരിശോധിച്ച് നോക്കുക. ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണോ, അതോ നമ്മൾ വെറുതെ ഒരു വില പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണോ എന്നുള്ളത് നമുക്ക് നോക്കിയാലും പരിശോധിച്ചാലും അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഇൻകം പ്ലാന്, നമ്മുടെ കമ്പനിയുടെ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്, ഇപ്പൊ പല കമ്പനികളെ കുറിച്ച് നമ്മൾ ഒരാളോട് ബിസിനസിന്റെ പ്ലാൻ പറയുമ്പോൾ പല ആൾക്കാരും പറയുന്ന കാര്യമാണ്, ഞാൻ വേറൊരു ബിസിനസ് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലൊക്കെ തന്നെയാണ് എന്ന് കേട്ടിട്ടുണ്ടാവും പലരും അല്ലെ. നിങ്ങൾ ഈ പറഞ്ഞ ബിസിനസിന്റെ പ്ലാൻ പോലൊക്കെ തന്നെയാണ് അതിന്റെ പ്ലാൻ എന്ന് പറയാറ്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഇൻകം പ്ലാൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ ഇൻകം പ്ലാൻ പോലത്തെ ഒരു ഇൻകം പ്ലാനും ഒരു കമ്പനിയിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. അത് നമ്മൾ എടുത്ത് ചോദിക്കുമ്പോഴാണ് ചിലപ്പോൾ കാര്യങ്ങൾ അറിയാം അല്ലെ. ചിലപ്പോൾ ഒറ്റ വാക്കിൽ ചില ആളുകൾ പറഞ്ഞ് നിർത്തിപ്പോകും. കാരണം ഇതുപോലെ തന്നെയാണ് ഇൻകം ഞങ്ങൾക്കും കിട്ടുന്നത്, ഇതുപോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഇൻകം പ്ലാൻ നമ്മുടെ കമ്പനിയുടെ മാത്രമാണ് അല്ലെ. അത് വേറൊരു കമ്പനിക്ക് നമ്മൾ അടിയറവ് വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഇൻകം പ്ലാൻ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് GSTയും അതുപോലെ തന്നെ ലീഗൽ ഡോക്യുമെന്റും വെരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ പ്ലാനിൽ പറയുന്ന സമയത്തിന് നമുക്ക് അതെല്ലാം പ്രൂഫ് സഹിതം കാണിച്ചു തരുന്നുണ്ട് അല്ലെ. GST രജിസ്റ്റർ ചെയ്ത ഫോമും അതിന്റെ ലീഗൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പനിയുടെ ലീഗൽ ആയിട്ടുള്ള വശങ്ങളെ കുറിച്ച് എല്ലാം അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ റീഫണ്ട് പോളിസി കാര്യങ്ങൾ, ഇതൊക്കെ ഉള്ള ഒരു കമ്പനി ഒരിക്കലും എന്തല്ല, അത് ഈ ഇത്രയും കാര്യം, ഒരു 4-5 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് നമ്മുടെ കമ്പനി, ഈ ഒരു കമ്പനി നല്ല ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണോ, ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുമോ, ജോയിൻ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമുള്ളൂ. പരിശോധിച്ചാൽ മാത്രം മതി നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു, അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമാണ് ഇത് നിയമപരമായിട്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു പിരമിഡ് സ്കീം, അതായത് പിരമിഡ് സ്കീം നമ്മൾ പറയാറുണ്ട് അല്ലെ. പിരമിഡ് പോലത്തെ സ്കീമുകൾ ചെയ്ത് പോകുന്ന ആളുകൾക്കാണ് പല ബിസിനസ്സിൽ പല ആളുകൾക്കും ബുദ്ധിമുട്ട് വരുന്നത്. കാരണം കുറെ കാലം കഴിയുമ്പോൾ അതില്ലാതെ പൊളിഞ്ഞു പോയി, തട്ടിപ്പ് നടത്തി പോയി എന്നൊക്കെ. അപ്പോൾ നമ്മൾ അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക ഇവിടെ എവിടെയാണ് നമുക്ക് തട്ടിപ്പ് നടത്താനായിട്ട് സാധിക്കുക. നമ്മുടെ കമ്പനി നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുത്താൽ പോലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. ഇത്രയും ലീഗലായിട്ട് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുമ്പോഴും ആളുകൾ ഇപ്പൊ പറയുമ്പോഴും നമുക്ക് പേടിയാണ്, എന്ത് ഇതിപ്പോ തട്ടിപ്പ് നടത്തി ഇപ്പൊ പോവോ, പൊളിഞ്ഞു പോവോ എന്നൊക്കെ അല്ലെ. അപ്പൊ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കമ്പനി ഈ പ്രവർത്തിച്ച് മുന്നോട്ട് പോണത്, നമ്മള് ഇത് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലീഗലായിട്ട് നമ്മുടെ കമ്പനി എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ, അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഒരാൾക്ക് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ നിയമവശങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഈ ഡയറക്ട് സെല്ലിംഗ് നിയമങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ നിയമം വരെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ശരിയായ അറിവുകള്, അതുപോലെ സത്യസന്ധത, വാഗ്ദാനങ്ങളിൽ നമ്മൾ സത്യസന്ധത പാലിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ചെയ്യാനുള്ള യോഗ്യത. ഇപ്പൊ നമ്മളിവിടെ പറയൂലേ, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഇത്ര ക്വാളിഫിക്കേഷൻ വേണമെന്നോ ഇത്ര ഏജിലുള്ള ആളുകൾക്കേ പറ്റുള്ളൂ എന്നൊന്നും കമ്പനി പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, നിബന്ധനകളെ കുറിച്ച് ഒരാൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് ചേരാനുള്ള യോഗ്യത ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണോ ഇതിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് നൽകാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ
നമ്മൾ അല്ലെ അവർക്ക് എങ്ങനെയൊക്കെ അവരുടെ അവകാശങ്ങൾ, അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ അവർക്ക് അവർ തരുന്ന റേറ്റിന്റെ പ്രൊഡക്റ്റുകളാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരെ ശ്രദ്ധയോടുകൂടി അവരെ മനസ്സിലാക്കി അതിന്റെ ഉൽപ്പന്നത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ തന്നെ സ്റ്റോക്ക് പരമാവധി ഒരുപാട് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ച് അതിനെ നമ്മൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കുക എന്നുള്ളത്, അത് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ മറ്റുള്ളവരുടെ ടീം വർക്കിലൂടെ എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും, ഒരു വ്യക്തിയെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളും, നമ്മൾ അവരെ ബഹുമാനിക്കുന്ന പോലെ തന്നെ അവരെ എങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ അവിടെ വ്യക്തമാക്കി കൊടുക്കുക. നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രവർത്തിക്കരുത്. അത് നമ്മുടെ കമ്പനിക്ക് നമുക്കും ദോഷം ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ കമ്പനിക്ക് മാത്രമല്ല നമുക്കും അത് ദോഷമായിട്ടേ വരുള്ളൂ, മുന്നിലേക്ക് വരുള്ളൂ അല്ലെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്പനിയുടെ നിയമവശങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്തുള്ളൂ, നമ്മുടെ ബിസിനസ് ആയിട്ട് വളരെ അധികം, ഇപ്പൊ നമ്മുടെ ഇതിലിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ്, ഒരുപാട് വരുമാനങ്ങൾ വാങ്ങിച്ചുള്ള ഒരുപാട് ലീഡേഴ്സിനെ നമുക്കറിയാം അല്ലെ. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോയി ആ സിസ്റ്റം പ്രകാരം മുന്നോട്ട് പോയപ്പോഴാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. നിയമപരമല്ലാതെ പ്രവർത്തിക്കുന്ന പല കമ്പനികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനുണ്ടാവില്ല അല്ലെ. കുറച്ച് സമയം മാത്രമേ ആ ബിസിനസിനെ കുറിച്ച് നമ്മൾ കേൾക്കുള്ളൂ. കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ബിസിനസ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കമ്പനിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇല്ലേ, നമ്മുടെ കമ്പനി നിയമപരമാണ് എന്ന് നമ്മൾ വെറുതെ വാഗൊണ്ട് പറഞ്ഞേക്കാൾ നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനി പാലിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് ആണെങ്കിൽ ഇത് നമുക്ക് ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കണം. ഇന്ന പോലെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്, ഇന്ന ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മുടെ ആൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് അറിഞ്ഞൊരു വ്യക്തി ഒരിക്കലും നമ്മളോട് ഒരു 10 പേര് ബിസിനസിന്റെ പ്ലാന് പറയുന്ന സമയത്ത് നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല അല്ലെ. ഇത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ്, അറിയാത്തതിന്റെ കാര്യം കൊണ്ട് തന്നെയാണ് നമ്മൾ പല ആളുകൾക്ക് നെഗറ്റീവായിട്ട് ഭയങ്കര ടെൻഷൻ തോന്നും അല്ലെ. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു മേഖലയുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല, ഇങ്ങനെ ഒരു കൺസേണിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ എവിടെ സെർച്ച് ചെയ്യാനെന്നുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് പ്ലാൻ കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട് അല്ലെ. നമ്മൾ പ്ലാൻ കൊടുത്ത് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും അവര് അവിടെ ഇവിടെയൊക്കെ പോയി കുറെ സെർച്ച് ചെയ്ത് അല്ലെ, ഇത് അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്നൊക്കെ പറയും. നമുക്ക് പിന്നെ അന്ന് ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല, കാരണം വേറൊന്നിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് ആ ഒരു കാര്യമില്ല. ഇപ്പൊ പിന്നെ നല്ലൊരു കൺസെപ്റ്റ് നമ്മൾ കൈകൊണ്ട് കൊടുക്കുമ്പോൾ ആളുകൾ എന്താ ചെയ്യണത്, മറ്റുള്ള എന്തൊക്കെയോ തെറ്റായിട്ട് പ്രവർത്തിച്ച് കുറെ കമ്പനിയെ കുറിച്ച് കേട്ട് എക്സാമ്പിൾ നിർത്തിയിട്ടാണ് അവരെന്ത് പറയുന്നത്, ഇതും അതുപോലെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മണ്ടന്മാർക്ക് വരാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് മേലുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. നാളുകളിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ മക്കളുടെ ഒക്കെ ലൈഫ് തന്നെ തീരുമാനിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ് അല്ലെ. അവരുടെ ലൈഫിൽ അവർക്ക് വലിയ രീതിയിൽ വരുമാന സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് മാറാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇതറിയാത്ത കുറെ പേര്, ഇന്ന് വരെ നമ്മളെ കുറെ പേര് മണ്ടന്മാര് എന്ന്